ഗസ വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങളിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ തർക്കം രൂക്ഷം. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 34 ബന്ദികളുടെ പട്ടിക BBC പുറത്തുവിട്ടു. ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കുന്ന കരാർ യാഥാർത്ഥ്യമാകണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമായി. 24 മണിക്കൂറിനിടെ ഇസ്രായേൽ 49 പേരെ വധിച്ചു. BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, വിവരങ്ങൾ. ധന്യ, ഈ മാസം 20-നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഗസ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതിനു വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ദോഹയിൽ ഹമാസിന്റെ പ്രതിനിധികളുമായി ഖത്തറും അതേപോലെ തന്നെ ഈജിപ്തും അമേരിക്കയും ചർച്ചകൾ തുടരുന്നുണ്ട്. മൊസാദിന്റെ അടക്കം പ്രതിനിധികൾ അവിടേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ ചർച്ചയിൽ പലതരത്തിലുള്ള തർക്കങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏറ്റവും പ്രധാനം ഏത് തരത്തിലാണ് ഈ ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 3 ഘട്ടങ്ങളായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. വെടിനിർത്തലിൻ്റെ 3 ഘട്ടങ്ങളായുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യ ഘട്ടത്തിൽ 34 ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതാണ്. ആ ബന്ദികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹമാസിൻ്റെ വക്താക്കൾ നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BBC ആ തരത്തിലുള്ള ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഈ 34 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയിക്കാൻ ഹമാസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കുറച്ച് ദിവസങ്ങൾക്കകം മാത്രമേ അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എത്രത്തോളമുണ്ട്, മരിച്ചവർ എത്രത്തോളമുണ്ട് എന്ന് പറയാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. ഏതായിരുന്നാലും ഈ ഒരു വിഷയം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം നെതന്യാഹുവിനെതിരെ ഉയരുകയാണ്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്ന ഒരു വെടിനിർത്തൽ, അതാണ് ഇപ്പോൾ വേണ്ടത്. സമ്പൂർണ്ണമായൊരു യുദ്ധവിരാമമാണ്. വിരാമം കൊണ്ട് മാത്രമേ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ സാധിക്കുകയെങ്കിൽ അത് വേണം എന്നാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലുള്ള ജനത പറയുന്നത്. വലിയ പ്രതിഷേധം ടെൽ-അവീവിലും വിവിധ നഗരങ്ങളിലും ഇസ്രായേലിനുള്ളിൽ ശക്തിയാർജിക്കുന്നത് നമ്മൾ കാണുന്നു. ഏതായിരുന്നാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായൊരു യുദ്ധവിരാമം ഉണ്ടായാൽ അത് തൻ്റെ സർക്കാരിൻ്റെ വീഴ്ചയായിരിക്കും ഉണ്ടാവുക എന്ന് നെതന്യാഹു ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം യുദ്ധലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നെതന്യാഹുവിന് നേടാൻ സാധിച്ചിട്ടില്ല. ഹമാസിനെ ഇല്ലാതാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ബന്ദികളെ യുദ്ധത്തിലൂടെ മോചിപ്പിക്കാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഗസ ഇനി ഇസ്രായേലിനൊരു ഭീഷണിയല്ലാത്ത സ്ഥലമാക്കി മാറ്റിയെടുക്കുക, ഒരാളില്ല മരുഭൂമിയാക്കുക എന്ന ഈ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ, നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും യുദ്ധം പെട്ടെന്ന് നിർത്തിയാൽ എന്ന ഒരു വിചാരമാണ് നെതന്യാഹുവിനുള്ളത്. ഏതായിരുന്നാലും പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അതിന് പലതരത്തിലുള്ള ഓഫറുകൾ ട്രംപ് നെതന്യാഹുവിന് മുമ്പിൽ വെക്കുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു 60% പിടിച്ചടക്കാൻ, അധിനിവേശം നടത്താൻ നെതന്യാഹുവിന് ട്രംപ് സമ്മതം കൊടുക്കും എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ 20-ാം തീയതിക്ക് മുമ്പ് ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹോസ്റ്റേജ് ഡീൽ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു സീസ് ഫയർ ഡീൽ ഉണ്ടാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ്. ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെങ്കിൽ ഗസയിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങണം എന്നുള്ളതാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വടക്കൻ ഗസ എന്നോ തെക്കൻ ഗസ എന്നോ വേർതിരിക്കാതെ പൂർണ്ണമായിട്ടുള്ളൊരു പിന്മാറ്റം, ഈ തെക്കൻ ഗസയിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ടിട്ടുള്ള വടക്കൻ ഗസയിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഹമാസ് ഇപ്പോൾ ഈ മധ്യസ്ഥർക്ക് മുമ്പിൽ വെക്കുന്നത്. അത് അംഗീകരിക്കാൻ നെതന്യാഹു തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.